ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ 2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 2025. വിഷയം പോളിംഗ് ഏജന്റുമാർ. പോളിംഗ് സ്റ്റേഷൻ പ്രവേശന നിയന്ത്രണം. പോളിംഗ് സ്റ്റേഷൻ പ്രവേശന നിയന്ത്രണം. കർത്തവ്യങ്ങളുടെ നിർവഹണത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബാധ്യതയുള്ളത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളോട് മാത്രമാണ്. ഔദ്യോഗിക മേധാവിയിൽ നിന്നോ മന്ത്രിമാരുൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളിൽ നിന്നോ ആജ്ഞകൾ സ്വീകരിക്കുവാനോ അവർക്ക് പ്രത്യേക പരിഗണന നൽകുവാനോ പാടില്ല. ഇവരിൽ നിന്നും പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനുള്ള അപേക്ഷ പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സാധുതയുള്ള അധികാരപത്രം അവരുടെ കൈവശമുണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കേണ്ടതുള്ളൂ. പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കുവാൻ അർഹതയുള്ള ആളുകൾ. പോളിംഗ് ടീമിനും അർഹതയുള്ള സമ്മതിദായകർക്കും പുറമെ താഴെ പറയുന്ന ആളുകളെയും പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കുവാൻ അനുവദിക്കാവുന്നതാണ്. 1. സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ഏജന്റും ഒരു സമയം ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു പോളിംഗ് ഏജന്റും. 2. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരപ്പെടുത്തുന്ന ആളുകൾ. 3. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ. 4. കമ്മീഷൻ നിയമിക്കുന്ന നിരീക്ഷകർ. 5. സമ്മതിദായകന്റെ ഒപ്പമുള്ള കൈക്കുഞ്ഞ്. 6. പരസഹായം കൂടാതെ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു അന്ധനെയോ അവശനെയോ അനുധാവനം ചെയ്യാൻ അനുവദിക്കപ്പെടുന്ന ഒരു വ്യക്തി. 7. സമ്മതിദായകരെ തിരിച്ചറിയുന്നതിനോ വോട്ടെടുപ്പ് നടത്തുന്നതിൽ മറ്റു വിധത്തിൽ സഹായിക്കുന്നതിനോ അതതു സമയം പ്രിസൈഡിംഗ് ഓഫീസർ പ്രവേശിപ്പിക്കുന്ന മറ്റാളുകൾ. ഇനി പോളിംഗ് സ്റ്റേഷൻ പ്രവേശന നിയന്ത്രണത്തിൽ വരുന്ന കാര്യങ്ങൾ. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വരണാധികാരി തിരിച്ചറിയൽ കാർഡ് നൽകിയിട്ടുണ്ട്. ആവശ്യം വരുന്ന പക്ഷം അത് ഹാജരാക്കുവാൻ ആവശ്യപ്പെടാം. അതേപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ഏജന്റുമാരോട് അവരെ നിയമിച്ചുകൊണ്ടുള്ള കത്തിന്റെ വരണാധികാരി സാക്ഷ്യപ്പെടുത്തിയ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഹാജരാക്കുവാൻ ആവശ്യപ്പെടാവുന്നതാണ്. 2. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ എന്നതിൽ സാധാരണഗതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്രമസമാധാന പാലനത്തിനോ അതുപോലെയുള്ള ആവശ്യങ്ങൾക്കോ അവരെ വിളിക്കുവാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥന്മാരെ അവർ യൂണിഫോറത്തിലായാലും സാധാരണ വേഷത്തിലായാലും പോളിംഗ് ബൂത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ ഒരു സാമാന്യ തത്വം എന്ന നിലയിൽ അനുവദിച്ചുകൂടാ. വളരെ അനിവാര്യമായ കാരണത്താൽ അല്ലാതെ അവരെ പോളിംഗ് ബൂത്തിൽ പ്രവേശിപ്പിക്കരുത്. 3. മേൽപ്പറഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ എന്ന പ്രയോഗത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരോ MLA-മാരോ MP-മാരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധ്യക്ഷന്മാരോ ഉപാധ്യക്ഷന്മാരോ ജനപ്രതിനിധികളോ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 4. പോളിംഗ് സ്റ്റേഷനിൽ ഉള്ളവരെയോ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കുന്നവരെയോ സംബന്ധിച്ച സംശയകരമായ സാഹചര്യമുണ്ടെങ്കിൽ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കുവാൻ അദ്ദേഹത്തിന്റെ കൈവശം സാധുതയുള്ള അധികാരപത്രമുണ്ടെങ്കിൽ പോലും അവരുടെ ദേഹപരിശോധന നടത്തുവാൻ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അധികാരമുണ്ട്. എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ ദേഹപരിശോധന നടത്തുന്നത് സ്ത്രീ തന്നെയായിരിക്കണം. അവരുടെ അന്തസ്സും സ്വകാര്യതയും മാനിക്കുന്ന വിധത്തിലായിരിക്കണം ഇത്തരത്തിൽ പരിശോധന നടത്തേണ്ടത്. അടുത്തത് 5. ഏതെങ്കിലും ആൾ ഒരു ബാലറ്റ് പേപ്പറോ ടെൻഡേഡ് മറ്റ് തിരഞ്ഞെടുപ്പ് സാമഗ്രികളോ വഞ്ചനാപൂർവം പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൃത്യം ചെയ്യുന്നതിനെ മനഃപൂർവ്വം സഹായിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് തനിക്ക് വിശ്വസിക്കാൻ ന്യായമായ കാരണമുണ്ടെങ്കിൽ ഒരു പോളിംഗ് സ്റ്റേഷനിലെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അങ്ങനെയുള്ള ആൾ പോളിംഗ് സ്റ്റേഷൻ വിടുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യുകയോ അയാളെ അറസ്റ്റ് ചെയ്യാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിക്കുകയോ ചെയ്യാവുന്നതും അയാളുടെ ദേഹപരിശോധന നടത്തുകയോ ഒരു പോലീസ് ഓഫീസറെ കൊണ്ട് ദേഹപരിശോധന നടത്തിക്കുകയോ ചെയ്യാവുന്നതുമാണ്. 6. സമ്മതിദായകനെ തിരിച്ചറിയുന്നതിനോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ വോട്ടെടുപ്പിൽ സഹായിക്കുന്നതിനോ വേണ്ടി ആരെയെങ്കിലും നിയോഗിച്ചിട്ടുള്ള പക്ഷം അങ്ങനെയുള്ളവർക്ക് പോളിംഗ് സ്റ്റേഷന്റെ പ്രവേശനവാതിലിന് വെളിയിൽ മാത്രമേ ഇരിപ്പിടം നൽകാൻ പാടുള്ളൂ. ഒരു പ്രത്യേക സമ്മതിദായകനെ തിരിച്ചറിയുന്നതിനോ അല്ലെങ്കിൽ വോട്ടെടുപ്പിന്റെ നടത്തിപ്പിൽ ഒരു പ്രത്യേക ആവശ്യത്തിനു സഹായിക്കുന്നതിനോ ആവശ്യമുള്ളപ്പോൾ മാത്രമേ അവരെ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കുവാൻ അനുവദിക്കാവൂ. 7. ഒരു പ്രത്യേക രീതിയിൽ വോട്ട് ചെയ്യുന്നതിന്
സമ്മതിദായകരെ പ്രേരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനോ പോളിംഗ് സ്റ്റേഷന്റെ ഉള്ളിലുള്ള ആരെയും അനുവദിക്കാൻ പാടില്ല. അടുത്തത്, പത്രപ്രതിനിധികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും വേണ്ടിയുള്ള സൗകര്യങ്ങൾ. ക്രമസമാധാനത്തിന് വിധേയമായി പോളിംഗ് സ്റ്റേഷനു വെളിയിൽ വരിവരിയായി നിൽക്കുന്ന സമ്മതിദായകരുടെ കൂട്ടത്തിന്റെ ഫോട്ടോ ഏതെങ്കിലും ഫോട്ടോഗ്രാഫർ എടുക്കുന്നതിന് വിരോധമില്ല. എന്നാൽ സമ്മതിദായകർ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ ഫോട്ടോ എടുക്കുവാൻ യാതൊരു സാഹചര്യത്തിലും അനുവദിക്കാൻ പാടില്ല. സമ്മതിദായകനല്ലാത്തതോ വോട്ടെടുപ്പ് നടത്തുന്നതിൽ സഹായിക്കുവാൻ ആവശ്യമില്ലാത്തതോ ആയ യാതൊരാളെയും പോളിംഗ് സ്റ്റേഷനിൽ കടക്കുവാൻ അധികാരപ്പെടുത്തുന്നതിന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കോ വരണാധികാരിക്കോ അധികാരമില്ല. സംസ്ഥാന സർക്കാരിന്റെ പബ്ലിസിറ്റി ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഇപ്രകാരമുള്ള യാതൊരാളെയും കമ്മീഷൻ നൽകിയ അധികാരപത്രം കൂടാതെ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിപ്പിക്കുവാൻ പാടില്ല. അടുത്തത്, പോളിംഗ് ഏജന്റുമാർ. പോളിംഗ് ഏജന്റുമാരുടെ നിയമനക്കത്ത് സ്വീകരിക്കൽ. ഏതൊരു പോളിംഗ് ഏജന്റും 10-ാം നമ്പർ ഫോറത്തിലുള്ളതും സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ഏജന്റോ തന്നെ അപ്രകാരം നിയമിച്ചുകൊണ്ടുള്ളതുമായ നിയമനക്കത്ത് പ്രിസൈഡിംഗ് ഓഫീസറുടെ മുമ്പാകെ ഹാജരാക്കേണ്ടതുണ്ട്. നിയമനം ബന്ധപ്പെട്ട പോളിംഗ് സ്റ്റേഷനിലേക്കാണെന്ന് പരിശോധിച്ചുറപ്പു വരുത്തണം. അതിനുശേഷം പോളിംഗ് ഏജന്റ് ആ രേഖ പൂർത്തീകരിക്കുകയും അതിലുള്ള പ്രഖ്യാപനത്തിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ച് നൽകുകയും വേണം. അതിനുശേഷമേ അദ്ദേഹത്തെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിപ്പിക്കാവൂ. അങ്ങനെയുള്ള എല്ലാ നിയമന കത്തുകളും സൂക്ഷിച്ചു വയ്ക്കുകയും വോട്ടെടുപ്പിന്റെ അവസാനത്തിൽ അവ ഒരു കവറിലിട്ട് മറ്റു രേഖകളോടൊപ്പം വരണാധികാരിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. പോളിംഗ് ഏജന്റിന്റെ നിയമനം ഫോറം നമ്പർ 10-ലാണ്. രണ്ടാമത്തെ പാക്കറ്റിൽ ഉൾപ്പെടുത്തി ഇവ തിരിച്ചു നൽകേണ്ടതാണ്. പോളിംഗ് ഏജന്റുമാർക്കുള്ള പാസുകൾ. ഓരോ സ്ഥാനാർത്ഥിക്കും ഒരു പോളിംഗ് ഏജന്റിനെയും പകരക്കാരായ 2 പോളിംഗ് ഏജന്റുമാരെയും ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും നിയമിക്കാവുന്നതാണ്. എന്നിരുന്നാലും ഒരു സമയത്തെ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു പോളിംഗ് ഏജന്റിനെ മാത്രമേ പോളിംഗ് സ്റ്റേഷനുള്ളിൽ അനുവദിക്കുവാൻ പാടുള്ളൂ. ആവശ്യാനുസരണം പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കുവാനോ അവിടെ നിന്ന് പുറത്തു പോകുവാനോ പര്യാപ്തമാകുന്ന വിധത്തിലുള്ള പാസോ പെർമിറ്റോ ഫോറം നമ്പർ N9 പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശനം നൽകിയിട്ടുള്ള ഓരോ പോളിംഗ് ഏജന്റിനും നൽകേണ്ടതാണ്. പോളിംഗ് ഏജന്റുമാരുടെ ഹാജർ. വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പേ പൂർത്തിയാക്കേണ്ട നടപടികൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മുമ്പ് പോളിംഗ് സ്റ്റേഷനിൽ എത്തുവാൻ പോളിംഗ് ഏജന്റുമാരോട് ആവശ്യപ്പെടേണ്ടതാണ്. മേൽപ്പറഞ്ഞ നടപടികളിൽ ഏതെങ്കിലും അതിനോടകം തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ താമസിച്ചു വന്ന ആളിനു വേണ്ടി അവ പുതുതായി ആരംഭിക്കേണ്ടതില്ല. പോളിംഗ് ഏജന്റുമാരെ നിയമിക്കുന്നതിന് യാതൊരു സമയപരിധിയും നിയമം അനുശാസിക്കുന്നില്ല. ഒരു പോളിംഗ് ഏജന്റ് പോളിംഗ് സ്റ്റേഷനിൽ വൈകിയാണ് എത്തുന്നതെങ്കിൽ പോലും പോളിംഗ് സ്റ്റേഷനിലെ പിന്നീടുള്ള നടപടികളിൽ പങ്കുകൊള്ളാൻ അദ്ദേഹത്തെ അനുവദിക്കേണ്ടതാണ്. പോളിംഗ് ഏജന്റുമാർക്ക് ഇരിപ്പിടം നൽകൽ. 1ഉം 2ഉം പോളിംഗ് ഓഫീസർമാർക്ക് തൊട്ടു പിന്നിലായി പോളിംഗ് ഏജന്റുമാർക്ക് ഇരിപ്പിടം നൽകേണ്ടതാണ്. പ്രവേശനത്തിനുള്ള വാതിലിന്റെ സ്ഥാനം മൂലം ഇതു സാധ്യമാകാത്തിടത്ത് അവർക്ക് മേൽപ്പറഞ്ഞ പോളിംഗ് ഓഫീസർമാരുടെ നേരെ എതിരായി ഇരിപ്പിടം നൽകാവുന്നതാണ്. ഇരിപ്പിടത്തിനുള്ള ഏർപ്പാട് ഏതുവിധമായിരുന്നാലും ആവശ്യമെങ്കിൽ സമ്മതിദായകരുടെ നിജസ്ഥിതിയെപ്പറ്റി തർക്കമുന്നയിക്കുവാൻ അവർക്ക് അവസരം നൽകേണ്ടതാണ്. പോളിംഗ് ഏജന്റുമാരുടെ നിയമനം പിൻവലിക്കൽ. വോട്ടെടുപ്പ് സമാപിക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കോ അയാളുടെ തിരഞ്ഞെടുപ്പ് ഏജന്റിനോ അയാളുടെ പോളിംഗ് ഏജന്റിന്റെ നിയമനം പിൻവലിക്കാവുന്നതും പകരം മറ്റൊരാളിനെ ഏജന്റായി നിയമിക്കാവുന്നതുമാണ്. പോളിംഗ് ഏജന്റിനെ പിൻവലിക്കുന്നതിന് സ്ഥാനാർത്ഥിയോ അയാളുടെ തിരഞ്ഞെടുപ്പ് ഏജന്റോ ഒപ്പിട്ട ഫോറം 11 പ്രിസൈഡിംഗ് ഓഫീസറെ ഏൽപ്പിക്കേണ്ടതാണ്. പകരം പോളിംഗ് ഏജന്റിനെ നിയമിക്കുന്നതിന് പുതിയ പോളിംഗ് ഏജന്റിനെ നിയമിക്കുന്നത് പോലെയുള്ള നടപടിക്രമം പാലിക്കേണ്ടതാണ്. കമ്മീഷൻ നിയമിച്ച നിരീക്ഷകർക്കുള്ള സൗകര്യങ്ങൾ. കമ്മീഷൻ നിയമിച്ചിട്ടുള്ള നിരീക്ഷകർക്കു വോട്ടെടുപ്പ് ദിവസം ഏതു സമയത്ത് വേണമെങ്കിലും പോളിംഗ് സ്റ്റേഷൻ സന്ദർശിക്കാവുന്നതാണ്. നിരീക്ഷകൻ പോളിംഗ് സ്റ്റേഷൻ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് ശരിയായ ആദരവും പരിഗണനയും നൽകുകയും കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി അദ്ദേഹം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകുകയും വേണം.
നിരീക്ഷകൻ പോളിംഗ് സ്റ്റേഷനിൽ നടക്കുന്ന വോട്ടെടുപ്പ് നിരീക്ഷിക്കുക മാത്രം ചെയ്യും. നിരീക്ഷകർ ഒരു നിർദ്ദേശവും നൽകുകയില്ല. എന്നിരുന്നാലും സമ്മതിദായകർക്ക് കൂടുതൽ സൗകര്യം നൽകുന്നതിനു വേണ്ടി എന്തെങ്കിലും അഭിപ്രായം പറയുന്ന പക്ഷം അതിന് വേണ്ടത്ര പരിഗണന നൽകേണ്ടതാണ്. പോളിംഗ് സ്റ്റേഷനിൽ എന്തെങ്കിലും പ്രശ്നമോ പ്രയാസമോ നേരിടുന്ന പക്ഷം അത് നിരീക്ഷകന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാവുന്നതാണ്. കമ്മീഷൻ നൽകിയ നിയമന കത്തുകൾ നിരീക്ഷകരുടെ കൈവശമുണ്ടായിരിക്കുകയും കമ്മീഷൻ നൽകിയ ബാഡ്ജുകൾ അവർ ധരിച്ചിരിക്കുകയും ചെയ്യും. താങ്ക്